നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പിണറായി വിജയന്റെ മോന്തായം വലിച്ചു കീറി അവർ അതിന് കിട്ടിയ അവസരം വിനിയോഗിച്ചു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറെ കാലങ്ങളായി സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾക്ക് പെൻഷനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ശമ്പളമോ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ കലിപ്പിൽ തന്നെയായിരുന്നു സർക്കാർ ജീവനക്കാരും സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവരെല്ലാവരും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏത് തരത്തിൽ തങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ള നീരസം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒരു ഉത്തരവ് വരുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറെ കാലങ്ങളായി ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നഗരവീഥികളിൽ ഇടവഴിയിലായാലും പൊതുവഴിയിലായാലും ഫ്ലക്സുകളും കൊടിതോരണങ്ങളും കൊണ്ട് നിറഞ്ഞ് യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഒരു കാരണവശാലും വഴി കാണാത്ത വിധത്തിൽ, അതായത് വളവാവട്ടെ നേരെയുള്ള ഭാഗത്താവട്ടെ, കാഴ്ചകൾ മറച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടേതും മത സംഘടനകളുടേതും ഉൾപ്പെടെയുള്ള കൊടിതോരണങ്ങളും ഫ്ലക്സുകളും കൊണ്ട് എല്ലാ തെരുവോരങ്ങളും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്രക്കാർക്ക് വഴി കാണാൻ പറ്റാത്ത വിധത്തിൽ അത് വഴിയിലേക്ക് ഇറങ്ങി നിന്ന് പല സ്കൂട്ടർ യാത്രക്കാരും തലയടിച്ചു വീണ് മരിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറെ കാലങ്ങളായി ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. എങ്ങനെയും ഈ ഫ്ലക്സ് മുക്തമായ ഒരു തെരുവീഥികൾ സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ ചില കാഴ്ചകൾ കണ്ടു. അന്ന് തന്നെ നഗരസഭാ സെക്രട്ടറിയെ വിളിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും കൃത്യമായ ഉത്തരവ് പോയിട്ടുണ്ടായിരുന്നു. നഗരങ്ങളിലേതാവട്ടെ പൊതുനിരത്തുകളിലേതാവട്ടെ ഫ്ലക്സും കൊടിതോരണങ്ങളും മണിക്കൂറുകൾക്കകം നീക്കിക്കൊള്ളണം. അതായത് ഡിസംബർ 18-ാം തീയതിക്കകം ഇവ മുഴുവനായി നീക്കം ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ കേസ് വരും. മാത്രമല്ല ഒരു ഫ്ലക്സിന് 5000 രൂപ എന്ന രീതിയിൽ തന്നെ പിഴ ഈടാക്കും. ആരാണോ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അവരിൽ നിന്നും ഒരു ഫ്ലക്സിന് 5000 രൂപ വെച്ച് പിഴ ഈടാക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് നഗരത്തിലെ എല്ലാ ഫ്ലക്സുകളും കൂടി കണക്കാക്കുമ്പോൾ 43 ലക്ഷത്തിനടുത്താണ് കോടതിയിലേക്ക് പിരിഞ്ഞു കിട്ടേണ്ടിയിരുന്നത്. എന്നാൽ ആകെ കൂടി പിരിഞ്ഞു കിട്ടിയത് 7000 രൂപ മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതില് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്ന് മനസ്സിലാക്കാം. എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിടാനുള്ള ഉദ്ദേശമില്ല. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും വിളിച്ച് ഉത്തരവ് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതായത് മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും പഞ്ചായത്തിലെയും എല്ലാം എല്ലാ സെക്രട്ടറിമാരെയും വിളിച്ച് കൃത്യമായ ഉത്തരവ് എല്ലാ സെക്രട്ടറിമാർക്കും പോയിരിക്കുന്നു. അതാതിടങ്ങളിലെ കോർപ്പറേഷൻ മേഖലയിലേതാവട്ടെ, മുനിസിപ്പൽ മേഖലയിലേതാവട്ടെ, അതുപോലെ തന്നെ പഞ്ചായത്ത് മേഖലയിലേതാവട്ടെ, എല്ലാ തെരുവോരങ്ങളിലും നഗരവീഥികളിൽ നിൽക്കുന്ന കൊടിതോരണങ്ങളും ഫ്ലക്സുകളും അഴിച്ചു മാറ്റിയേ പറ്റൂ. അതാത് ഫ്ലക്സുകൾ വച്ചിരിക്കുന്ന പാർട്ടിക്കാരുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ മതസംഘടനകളുടെ പക്കൽ നിന്നും ഇതിന് പിഴ ഈടാക്കേണ്ടതാണ്. ഡിസംബർ 18-ാം തീയതിക്കകം ഇവയെല്ലാം വലിച്ചു കീറി എടുത്തു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആരുടെയെങ്കിലും ഫ്ലക്സ് അവിടെ കാണുകയാണെങ്കിൽ ആ ഫ്ലക്സിന്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർക്കായിരിക്കും. മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ പഞ്ചായത്തിലെയോ ഏത് മേഖലയിലേതാണ് ഫ്ലക്സ് കാണുന്നത് അവിടങ്ങളിലെ സെക്രട്ടറിമാർ പിഴ ഈടാക്കേണ്ടതായി വരും. അല്ലെങ്കിൽ അത് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അങ്ങനെയെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളം പിഴയടക്കാൻ പോലും സാധിക്കില്ല. കാരണം ഒരു ഫ്ലക്സിന് 5000 രൂപ പിഴ അടയ്ക്കണം എന്ന് വരുമ്പോൾ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് പിഴ അടയ്ക്കേണ്ടതായി വരും. സെക്രട്ടറിമാർ അവതാളത്തിലാകും. ഇനി പിഴയടച്ച് രക്ഷപ്പെടാം എന്ന് ഏതെങ്കിലും സെക്രട്ടറിമാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും തീരുന്നില്ല. കാരണം കൃത്യമായി DGPക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഫ്ലക്സുകൾ യഥാസമയം നിരത്തിൽ നിന്ന് നീക്കിയില്ല എന്നുണ്ടെങ്കിൽ FIR ഇട്ട് കേസ് എടുക്കണം എന്ന് തന്നെയാണ് DGPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല അതാത് ഫ്ലക്സുകൾ നീക്കുന്നതിനുള്ള ചിലവുകൾ ഈ സെക്രട്ടറിമാർ വഹിക്കണം. അതായത് പറഞ്ഞ തീയതിക്കകം ഫ്ലക്സുകൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർ പിഴയൊടുക്കേണ്ടതായി വരും. കൂടാതെ കേസിൽ പെടും, FIR ഇട്ട് കേസെടുക്കും. തന്നെയുമല്ല ഈ ഫ്ലക്സുകളെല്ലാം പിന്നീട് നീക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് ചിലവ് വഹിക്കേണ്ടതായി വരും. ഇങ്ങനെ 3 തരത്തിലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ 3 പൂട്ടിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരെ പൂട്ടിയിരിക്കുന്നു. ഇവർക്കാണ് ഈ ഫ്ലക്സുകൾ നീക്കം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം.
അതുകൊണ്ട് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലുമെല്ലാം ഇന്നലെ ഫ്ലക്സ് വലിച്ചു കീറുന്ന മത്സരം തന്നെയായിരുന്നു. ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് കിട്ടിയ അവസരം, പിണറായി വിജയനോടുള്ള കലിപ്പ്, പിണറായിയുടെ മോന്തായം വലിച്ചു കീറി തേച്ചൊട്ടിച്ചുകൊണ്ട് അവർ ആ പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരുൾപ്പെടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയോടും നയവൈകല്യങ്ങളോടും എതിർപ്പുള്ള ആളുകൾ തന്നെയാണ്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഒരു ഉത്തരവ് അവർക്ക് വരദാനം പോലെ വീണ് കിട്ടിയത്. പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്ന CPM-ലെ ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും പിണറായി വിജയന്റെ ഭരണ നയ വൈകല്യത്തെ എതിർക്കുന്നവരും അത് വായ് തുറന്ന് ശബ്ദിക്കാൻ സാധിക്കാതെ വളരെ സമ്മർദ്ദത്തിൽ ആയിരിക്കുന്നവരുമായ സർക്കാർ ജീവനക്കാർ അവർക്ക് കിട്ടിയ ഏറ്റവും അടുത്ത അവസരം അവർ ഉപയോഗിച്ച് പിണറായി വിജയനെ അടി മുതൽ മുടി വരെ വലിച്ചു കീറുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. അതായത് എല്ലാവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വച്ചിരിക്കുന്ന ഫ്ലക്സുകളിൽ ഭൂരിപക്ഷവും CPM-ന്റെ ഫ്ലക്സുകൾ തന്നെയാണ്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നത് CPM-ന്റെ തന്നെയാണ്. CPM-ന്റെ ഫ്ലക്സുകളിൽ ഏറ്റവും കൂടുതൽ വലിയ ചിത്രം അടിച്ചു വച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ തന്നെയാണ്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ കലിപ്പുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും പിണറായി വിജയന്റെ തന്നെ മുഖം പിടിച്ചു വലിച്ചു കീറാൻ അവസരം കിട്ടി. കാരണം എല്ലാ സ്ഥലത്തും ഈ സമ്മേളനം നടക്കുന്നതിനാൽ പിണറായി വിജയന്റെ വലിയ കൂറ്റൻ ഫ്ലക്സുകൾ തന്നെയാണ് ഉയർത്തിയിരുന്നത്. എന്തായാലും ആ കലിപ്പ് പിണറായി വിജയന്റെ മുഖത്ത് തന്നെ വലിച്ചു കീറിക്കൊണ്ട് അവർ തീർത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഒരു ദൗത്യത്തിൽ നിന്നും ഇനിയും പിറകോട്ടില്ല. ഇത്തരം ഫ്ലക്സുകൾ ഇനിയും നഗരമധ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തോ ഉയരുകയാണെങ്കിൽ അതിനെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ച് ഇവയെല്ലാം മാറ്റിയിട്ടേ താൻ ഈ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. കേരളത്തിന്റെ നഗരവീഥികളും നാട്ടിൻപുറങ്ങളുമെല്ലാം ഫ്ലക്സ് വിമുക്തമാക്കും എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ഫ്ലക്സുകൾ നാട്ടുന്നതിന് കോടതിക്ക് യാതൊരു തരത്തിലുള്ള പരാതിയുമില്ല. അവനവന്റെ പുരയിടത്തിൽ ആരുടേത് വേണമെങ്കിലും ഫ്ലക്സുകൾ പ്രദർശിപ്പിക്കാം. എന്നാൽ ഇത് പൊതുവഴിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാടില്ല എന്നൊരു നിബന്ധന മാത്രമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും പൊതുഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഒരു കാരണവശാലും അത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആരും ഫ്ലക്സുകൾ വയ്ക്കാൻ പാടില്ല എന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുകയായിരുന്നു. അവർ പിണറായി വിജയന്റെ മുഖം വലിച്ചു കീറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്.